ഹായ്, അപ്പോൾ ഇത് ചിദംബരം എത്തിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ തലേദിവസത്തെ വീഡിയോന് ഓർഡർ ഇട്ടായിരുന്നു നമ്മൾ ചിദംബരത്ത് എത്തിയ റിസോർട്ടിലെത്തിയത്. അപ്പോൾ ഇതാണ് ആ റിസോർട്ട്, ക്രിഷ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട്. ചിദംബരം ടെമ്പിളിൻ്റെ 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ റിസോർട്ട് വരിക. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഡ്രൈവർ ചേട്ടനാണ് നമ്മളെ ഈ റിസോർട്ടിൽ കൊണ്ടുവന്നത്. നല്ല ഒരു കോട്ടേജിൽ ഒരു കോട്ടേജിൽ 3 ആൾക്കാർ. അപ്പം ഒരു കോട്ടേജിന് പെർ ഡേ 2500 ആണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അവർ ചെയ്തേക്കണേ. ബട്ട് അടിപൊളി റിസോർട്ട്, നല്ലൊരു ആംബിയൻസും. ഇതിൻ്റെ അകത്തിന് ഒരുപാട് കാണാനുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. പൂള് ഒരുപാട്, ഇവിടെ നല്ല സീനറീസൊക്കെ ഉണ്ട്, താറാവുകളും, അങ്ങനെ ഭയങ്കര രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. ഇതാണ് നമ്മൾ റൂം, ഒരു കോട്ടേജാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലും ഉണ്ട് ഒരു ബെഡ്, താഴെ വേറൊരു ബെഡ്, അങ്ങനെ. അപ്പം ഇതാണ് മുകളിലത്തെ പോർഷൻ. അപ്പോൾ അടിപൊളി റിസോർട്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്രയും ഒരു അഫോർഡബിൾ റേറ്റിനൊക്കെ ചിദംബരം വരുന്നവർക്ക് ഈ ഒരു റിസോർട്ട് അടിപൊളിയായിരിക്കും. നല്ല ഇവിടെ തന്നെ കുറേ സ്പെൻഡ് ചെയ്യാനുണ്ടാവും. പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് വൈകുന്നേരം നമ്മൾ ചിദംബരം ടെമ്പിളിൽ പോവാണ്. ഈ 2 ദിവസവും നല്ല തിരക്ക് കുറവായിരുന്നു, കാരണം ഇലക്ഷനും കൂടെയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും അതൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നൈറ്റും നമുക്ക് നല്ലോണം ദർശനം കിട്ടി. ഇതാണ് ആ റിസോർട്ടിലുള്ള നമുക്ക് നൈറ്റ് വ്യൂ. അപ്പോൾ നമ്മൾ അമ്പലം എത്തി കേട്ടോ. അമ്പലത്തിൽ കയറി അകത്തൊക്കെ തൊഴുതു, ഒരുപാട് പേര് അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തു. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചിദംബരം ടെമ്പിളിൽ വരണത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. അദ്ദേഹത്തിൻ്റെ അകത്ത് കണ്ടോ, നമുക്ക് ഇവിടെയൊക്കെ ക്യാമറ യൂസ് ചെയ്യാം. നൈറ്റ് ഇവിടെ പൂജ നടക്കുമ്പോൾ ആനയൊക്കെ കൊണ്ടുപോയി തിരിച്ച് പോകുന്നൊരു സീനാണ് കാണുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ശ്രീകൃഷ്ണ വിലാസ് നല്ല ഹോട്ടലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ പോയി കഴിക്കാൻ വെച്ചിട്ടു. ഇത് ഒരു പനം കൽക്കണ്ടിട്ട പാലാണ്. അപ്പോൾ ഞാനത് മേടിച്ച് കുടിച്ചു. അതും ദോശ, ഓഫ് കോഴ്സ് ദോശ. തമിഴ്നാട് വന്ന മെയിൻ ഇഡ്ഡലി ദോശയാണ് മെയിൻ, വേറൊന്നും അങ്ങനെ അധികം ട്രൈ ചെയ്തില്ല. അപ്പോൾ ദോശയും കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്കൊരു നേർച്ചയുണ്ട് ഡാൻസ് ചെയ്യാനുള്ളത്, പ്രോഗ്രാമായിട്ടല്ല, പക്ഷേ ജസ്റ്റ് അമ്പലത്തിൽ നടയിൽ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നേർച്ച എനിക്കുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനായിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ വീണ്ടും ഞങ്ങൾ പോകുന്നുണ്ട്. സോ ഇന്ന് നൈറ്റ് കഴിഞ്ഞു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. ഞാൻ റെഡിയായി സാരി കൊടുത്ത് രാവിലെ നല്ല എന്താ പറയുക, ഒരു ആംബിയൻസ് കണ്ടിന് സന്തോഷിച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അമ്പലത്തിലോട്ട് പോവാണ്. ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. പകൽ കുറച്ച് വെട്ടത്തിൽ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇതാ ഓരോ കോട്ടേജസ്, ആ താറാവ് ഓട് നോക്ക്, അങ്ങനെ കുറേ നമുക്ക് എന്ത് രസമാണെന്ന് നോക്ക്, നല്ല ഭംഗിയുണ്ട്. അവിടെ ഇങ്ങനെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പാകത്തിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. രാവിലെ പക്ഷേ ഓൾറെഡി ലേറ്റായി, കുറച്ച് ഫുൾ ടയേർഡാണ് കണ്ടിന്യൂസ്ലി ട്രാവലൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ റെഡിയായി അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ വിളിച്ചാൽ ഓൾറെഡി വരും, അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് കോഫി കുടിക്കാൻ കയറി. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചിട്ട് ഓട്ടോ വന്നു. ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൻ്റെ മുമ്പിൽ നമ്മൾ അമ്പലത്തിനകത്ത് കയറി. എനിക്കൊരു നേർച്ചയുണ്ട് പറഞ്ഞില്ലേ, അപ്പം ജസ്റ്റിന് മുമ്പിൽ നിന്ന് ഞാനൊരു ശിവപഞ്ചാക്ഷരി മന്ത്രം ഒരു ശ്ലോകം ഞാൻ ചെയ്തു. അത് ചെയ്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അകത്തോട്ട് നമുക്ക് അലൗഡ് അല്ല. ഇപ്പോൾ പഴയ ഒരു ഇതൊക്കെ മാറി, കാരണം അവിടെ ഞാൻ നോക്ക് കരുണാസൊക്കെ എവിടെ കൊത്തിവെച്ചിരുന്നു. മുമ്പ് പോയ സമയത്തൊക്കെ അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഒരു പോർഷൻ കണ്ടില്ല. പിന്നെയാണ് ശ്രദ്ധിച്ചത്, അവരത് മാറ്റി. ഇതിൻ്റെ ഈ ഭാഗത്തായിരുന്നു മുകളിൽ, അതൊക്കെ ഒരു പെയിൻറ്റൊക്കെ അടിച്ചു മാറ്റി. അപ്പോൾ ഞാൻ കുറേ അടുത്ത് ചോദിക്കേണ്ടിരുന്നു ഇത് എവിടെയായിരുന്നു. അപ്പോൾ അവരെന്തോ റിനോവേഷൻ ഇട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി വരയ്ക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനതൊക്കെ നോക്കിയിട്ട് അമ്പലത്തിനകത്ത് കുറേ തൊഴുത് ഉള്ളിൽ കയറി നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റില്ല, തിരക്ക് കുറവായതുകൊണ്ട് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. പിന്നെ നമ്മളിവിടെ ഫുൾ കടകൾ അവധിയാണ്, ഒരു ഷോപ്പ് നോക്കി ഒരു റെസ്റ്റോറൻറ്റ്സും ഇല്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് വന്നു. അവിടെ വന്നിട്ടാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്, കാരണം ഒരു റെസ്റ്റോറൻറ്റ്സും ഇല്ല. പിന്നെ ഞങ്ങൾ നല്ല വെയിലും ഉണ്ട്. പിന്നെ അമ്പലമൊക്കെ നല്ലോണം കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റി, എന്തോ ഭാഗ്യത്തിന്, തിരക്കില്ലാണ്ട് അതൊക്കെ ചെയ്തു. നമ്മൾ തിരിച്ച് റൂമിൽ വന്നു, ഫുഡ് കഴിച്ചു. ഇവിടെ ബൊഫേ കോംപ്ലിമെൻ്ററി ആയിരുന്നു, ബൊഫേ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലി പൂരിയൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. തിരിച്ച് റൂമിൽ നിന്ന് റെസ്റ്റിങ്ങിനാണ് നമ്മൾ. ഇനി ചിലപ്പോൾ വൈകുന്നേരം വീണ്ടും അമ്പലം പോകും. ഇനി നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ബൈ.